നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ അനിൽ ആന്റണിയെ അല്ല AK ആന്റണിയെ ലക്ഷ്യം വെച്ചാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെ പൂർണ്ണതയിൽ വിശ്വാസികൾ ഈദ്ഗാഹുകളിൽ ഒത്തുചേർന്നു. തീവണ്ടി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ഭീതി അകറ്റാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് CARUA. ഇത്തവണ പടക്ക വിപണിയിൽ IPL സ്പെഷ്യൽ ബാറ്റ് ആൻഡ് ബോളാണ് താരം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ അനിൽ ആന്റണിയെ അല്ല AK ആന്റണിയെ ലക്ഷ്യം വെച്ചാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. അനിൽ ആന്റണി BJPയിൽ ചേർന്നതോടുകൂടി സമ്പൂർണമായിട്ട് AK ആന്റണിയെ ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ഒരു നീക്കമാണ്. നമുക്ക് ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കേൾക്കുന്ന കഥ തന്നെ ഇപ്പം ആരോപണമായിട്ട് വരുന്നത്. ആര് വിശ്വസിക്കാനാണ്? ആരാണ് ഈ ആരോപണം ഉന്നയിച്ചത്? ഇത് പറയട്ടെ എൻ്റെ നിങ്ങൾ ചോദിച്ചത് ഞാൻ ഉത്തരം പറഞ്ഞു. ഇപ്പോൾ AK ആന്റണിക്കെതിരെ ഉയർത്തുന്ന ആരോപണമാണ്. ഈ ആരോപണം അനിൽ ആന്റണിക്കെതിരെ ഉള്ളതല്ല. ആന്റണിയുടെ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നു എന്ന് വരുത്താൻ വേണ്ടിയില്ല വളരെ അസംസ്കൃതമായൊരു നീക്കമാണിത്. AK ആന്റണിയെ രാഷ്ട്രീയമായി അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രചാരണമാണിത്. പിന്നെ ഇത് ആരോപണം ഉന്നയിക്കുന്ന ആളിങ്ങനെ പല ആരോപണങ്ങളും കേരളത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. 14 കൊല്ലം 13 കൊല്ലം മുമ്പത്തെ കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഞങ്ങളിതിനെ കാണുന്നത് കോൺഗ്രസിനകത്ത് K കരുണാകരൻ, AK ആന്റണി ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ, കരുണാകരനെ മരണത്തിന് ശേഷവും വിടുന്നില്ല, AK ആന്റണിയെ ഈ വാർദ്ധക്യകാലത്ത് വിടാൻ ഉദ്ദേശിക്കാത്ത ചില ആൾക്കാർ. അതുകൊണ്ട് ഈ ആരോപണം ഒരർത്ഥത്തിലും അനിൽ ആന്റണിക്കെതിരെയല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെ പൂർണ്ണതയിൽ വിശ്വാസികൾ ഈദ്ഗാഹുകളിൽ ഒത്തുചേർന്നു. മധുരം പങ്കിട്ടും ആശ്ലേഷിച്ചും അവർ സ്നേഹം പങ്കിട്ടു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹ് നടന്നു. മാത്ര KNM MG നഗർ ശാഖയുടെ ആഭിമുഖ്യത്തിലുള്ള ഈദ്ഗാഹ് മാത്ര MG നഗർ CIR HSS സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അൻഷിദ് ഷാൻ പോത്തുകല്ല് നേതൃത്വം നൽകി. റംസാനിൽ ശീലിച്ച ജീവിതശുദ്ധിയും ലാളിത്യവും ദൈവിക സ്മരണയും ജീവിതത്തിലാകെ തുടരണമെന്നും ഈദാശംസകൾ കൈമാറുന്നതിനോടൊപ്പം സഹജീവികളും നമ്മെപ്പോലെ സന്തോഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഈദ് കുത്തുബയിലൂടെ അദ്ദേഹം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ റമദാൻ മാസത്തിൽ മറ്റു മാസങ്ങളെക്കാളും അധികം നമ്മളൊക്കെ നന്മയിൽ മുന്നേറുകയും ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു മാസക്കാലം നമ്മൾ ഇത്രയേറെ അമലുകൾ ചെയ്തിരുന്നത്? ഇന്നലെ വരെ നമ്മളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്തു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകുവാൻ വേണ്ടിയിട്ടാണ് റമദാനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നദ്വത്തുൽ മുജാഹിദീൻ KNM ബേപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബേപ്പൂർ അങ്ങാടിയിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. യാസർ സുലാഹി നിലമ്പൂർ കാർമ്മികത്വം വഹിച്ചു. 29 ദിവസത്തെ വ്രതനാളുകൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ആരാധനയുടെ ഭാഗമായി അനുവദിച്ച 2 ആഘോഷങ്ങളിൽ ഒന്നായ ഈദുൽ ഫിത്തറിന്റെ പുലരിയിൽ ഈദ്ഗാഹിൽ ഒരുമിച്ചിരിക്കുകയാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സുദിനമാക്കി ഈ ദിവസത്തെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്, നാഥനോട് പ്രാർത്ഥിക്കുകയാണ്. KK കോയ, TK അബ്ദുൽ ഗഫൂർ, B കുഞ്ഞാമുക്കോയ, PK നാസർ, നിയാസ് പാടത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഇത്തവണ പടക്ക വിപണിയിൽ IPL സ്പെഷ്യൽ ബാറ്റ് ആൻഡ് ബോളാണ് താരം. ക്രിക്കറ്റ് പ്രേമികൾ ഏറെ പ്രിയപ്പെട്ട ഈ താരത്തോടൊപ്പം കുട്ടികൾക്ക് പേടി കൂടാതെ കത്തിക്കാനും പൊട്ടിക്കാനും സാധിക്കുന്ന ഹരിത പടക്കങ്ങളും വിപണി കീഴടക്കുകയാണ്. IPL പ്രമാണിച്ച് ഞങ്ങൾ ക്രിക്കറ്റും ബാറ്റ് ഇറക്കിയിട്ടുണ്ട്. ക്രിക്കറ്റ് ബാറ്റും ബോൾ ഇറക്കിയിട്ടുണ്ട്. ക്രാക്ലിംഗ് ആണ്, ഫാൻസി ആയിട്ട് കുട്ടികൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടാണ്. വർണ്ണശബളമായ പടക്കങ്ങളോടാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രിയം. ഹരിത പടക്കങ്ങൾക്ക് മുൻ വർഷങ്ങളെക്കാൾ ആവശ്യക്കാർ ഏറിയിട്ടുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. സുരക്ഷിതമായ ഹരിത പടക്കങ്ങൾ വിപണിയിൽ സുലഭമാണ്. 10 രൂപ മുതൽ 10,000 രൂപ വരെ വിലയുള്ള പടക്കങ്ങൾ വിപണിയിലുണ്ട്. നിറങ്ങളോടും വർണ്ണ കാഴ്ചകളോടുമാണ് കുട്ടികൾക്ക് പ്രിയം. ഇത്തവണ അത്തരത്തിലുള്ള പടക്കങ്ങളാണ് വിപണിയിലേറെയും. വർണ്ണ കാഴ്ചകൾ ഒരുക്കുന്ന ഫാൻസി പടക്കങ്ങളാണ് ജനം ചോദിക്കുന്നതെന്ന് ഐഎൻസ് വേൾഡ് MD ശങ്കർ ഉദയൻ പറയുന്നു. ഈ വർഷവും കുട്ടികൾക്കുള്ള ഫാൻസി വെറൈറ്റീസിന് തന്നെയാണ് ആവശ്യക്കാരുള്ളത്. അതിൽ ഒരുപാട് ഇപ്പം IPL ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് IPLന്റെ ആസ്പദമാക്കി ഒരു ബാറ്റും ബോളും ഫയർ വർക്സിൽ വന്നിട്ടുണ്ട്. പിന്നെ IN മെഗാ പീകോക്ക്, സൂപ്പർ ഡ്രോൺ, ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ടുള്ള ഫാൻസി വെറൈറ്റീസ് അതിൻ്റെ വേറെ വേർഷൻസ് വന്നിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ഐറ്റംസ് ആണ് മെയിനായിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പടക്കങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാം ഇതാണ് ഗ്രീൻ ഫയർ വർക്സ്. കിക്ക് ബോക്സർ എന്ന പടക്കം ആകാശത്ത് 240 പൊട്ടലുകളും വർണ്ണ കാഴ്ചകളുമാണ് ഒരുക്കുന്നത്. 1950 രൂപ മുതൽ 4850 രൂപ വരെ വിലയുള്ള പടക്കങ്ങൾ ഈ ശ്രേണിയിലുണ്ട്. മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന പേരിലുള്ള പടക്കം ചെറുപൂര കാഴ്ച തന്നെയാണ് നൽകുക. പിന്നെ മസനഗുഡി വഴി ഊട്ടി പോയി പൊട്ടുന്ന വെറൈറ്റി കളേഴ്സ് ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റം മസനഗുഡി വഴി ഊട്ടി പോയി പൊട്ടുന്ന മൾട്ടി കളർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തീവണ്ടി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ഭീതി അകറ്റാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് CARUA. ട്രെയിൻ യാത്രയിലെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നിവേദനം സമർപ്പിച്ചതായി ഷെവലിയർ ചാക്കുണ്ണി പറഞ്ഞു. ആഘോഷ അവധിവേളകളിൽ തീവണ്ടികളിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും നേരെയുള്ള അക്രമങ്ങളും പിടിച്ചുപറികളും പ്രതിരോധിക്കാനും യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും റെയിൽവേ നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ദേശീയ ചെയർമാൻ ഡോക്ടർ AV അനൂപ്, വർക്കിംഗ് ചെയർമാൻ ഷെവലിയർ C ചാക്കുണ്ണി എന്നിവർ ചേർന്ന് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിവേദനം സമർപ്പിച്ചത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കൗണ്ടറുകളിൽ ടിക്കറ്റിന് പണം സ്വീകരിക്കേണ്ടെന്ന റെയിൽവേയുടെ നിലപാട് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുകയും പലരുടെയും യാത്ര മുടക്കുകയും ചെയ്തു. യാത്രക്കാരോടുള്ള ഇത്തരം ദ്രോഹ നടപടികൾ റെയിൽവേ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. നിവേദനത്തിന്റെ പകർപ്പ് റെയിൽവേ മന്ത്രി, ബോർഡ് ചെയർമാൻ, ജനറൽ മാനേജർമാർ എന്നിവർക്കും അയച്ചതായി ഷെവലിയർ C ചാക്കുണ്ണി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത് ഫലപ്രദമായി പ്രതിരോധിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കോൺഫെഡറേഷൻ ഇന്ന് ലൈസൺ ഓഫീസ് മുഖാന്തരം നിവേദനം ഡൽഹിയിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേ മന്ത്രാലയത്തിലും ബോർഡ് ചെയർമാനും സദേൺ റെയിൽവേ ജനറൽ മാനേജർ എന്നിവർക്കെല്ലാം ഇമെയിൽ വഴി നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണവില ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ യാത്രക്കാരെ ബോധവൽക്കരിക്കാനും ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി കുറെ കൂടി യാത്രക്കാർ ജാഗരൂകരാകണമെന്ന് അസോസിയേഷന്റെ ഗ്രൂപ്പുകൾ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളുടെ സാഹചര്യത്തിൽ തീവണ്ടി യാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയ വഴി യാത്രക്കാരെ ബോധവൽക്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സുരക്ഷിത യാത്രയ്ക്ക് റെയിൽവേയുമായി സഹകരിക്കാൻ അസോസിയേഷൻ തയ്യാറാണെന്നും അധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCAക്ക് സമീപം കണ്ണൂർ റോഡ്, കോഴിക്കോട്. The Chennai Silks. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCAക്ക് സമീപം കണ്ണൂർ റോഡ്, കോഴിക്കോട്. The Chennai Silks.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ റിബേറ്റോടുകൂടി വസ്ത്രങ്ങളുടെ വിൽപ്പന ആരംഭിച്ചിരിക്കുന്നു. റിബേറ്റ് വിൽപ്പന ഡോക്ടർ AV പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 15 വരെ ഷോറൂമിൽ റിബേറ്റ് ആനുകൂല്യങ്ങൾ ലഭ്യമാകും. കോഴിക്കോട് സർവോദയ സംഘം മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 15 വരെ ഗവൺമെന്റ് ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റും സിൽക്ക് പോളിസ്റ്റർ വസ്ത്രങ്ങൾക്ക് 20% റിബേറ്റും അനുവദിച്ചു. വിഷു, റംസാൻ, ഓണം, അതുപോലെ തന്നെ ക്രിസ്മസ് ഇങ്ങനത്തെ ഫെസ്റ്റിവൽ സമയത്ത് മാത്രമാണ് നമ്മൾ കൂടുതൽ കച്ചവടം നമുക്ക് ലഭിക്കുകയുള്ളൂ. റിബേറ്റ് അനുവദിച്ച് ഗവൺമെൻറ് അനുവദിച്ച് വളരെ നല്ല കാര്യം തന്നെയാണ്. പുതിയ കളക്ഷൻസ് മുണ്ടുകൾ, അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ, സാരികൾ, അതേപോലെ തന്നെ മറ്റ് കരകൗശല വസ്തുക്കൾ, ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ വിഷു സംബന്ധിച്ചുള്ള കൃഷ്ണൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, അതേപോലെ തന്നെ മറ്റു അതർ വില്ലേജേഴ്സ് സാധനങ്ങൾ എല്ലാം നമ്മൾ, അതുപോലെ ഫർണിച്ചർ, ഇതൊക്കെ നമ്മൾ ഈ എംപോറത്തിൽ ശേഖരണം തന്നെ ഉണ്ട്. റിബേറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം പ്രദീപം പത്രാധിപർ ഡോക്ടർ AV പ്രകാശ് നിർവഹിച്ചു. ഇവിടെ കിട്ടിയിട്ട് പറഞ്ഞു ആ റിബേറ്റ് ഇന്ന് മുതൽ തന്നെ പ്രവർത്തനം മാറ്റിക്കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനമാണ് ഞാൻ നിർവഹിച്ചത്. സംഘം ചീഫ് അക്കൗണ്ടന്റ് റിന്വ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി മിഠായിത്തെരുവ് യൂണിറ്റ് പ്രസിഡന്റ് CP അബ്ദുൾ റഹ്മാൻ, എംപോറിയം സ്റ്റാഫ് അനൂപ് കുമാർ, എംപോറിയം മാനേജർ വിനോദ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ മധുര വിതരണം നടത്തി ദയാ കാഞ്ഞിരമുക്ക്. സംഘടനാ ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചെറിയ പെരുന്നാൾ ദിനത്തിൽ മധുര വിതരണം നടത്തി. എളേറ്റിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദയാ കാഞ്ഞിരമുക്കിന്റെ ആഭിമുഖ്യത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ മധുര വിതരണം നടത്തി. ദയാ കാഞ്ഞിരമുക്കിന്റെ വകയായി ഇന്ന് ചെറിയ പെരുന്നാളിന് മധുര പായസം വിതരണം ചെയ്തതിന് ദയാ കാഞ്ഞിരമുക്ക് ട്രഷറർ കുട്ടി ഹസൻ നിർവഹിച്ചു. പരിപാടിയിൽ നിസ്താർ MP, അബൂബക്കർ എളേറ്റിൽ, യൂസഫ് NK, നാസർ NK, ഷമീർ KT, സുബൈർ കാഞ്ഞിരമുക്ക്, റഫീഖ് NK എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി എടച്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇരിങ്ങണ്ണൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ക്ലാസ് സംഘടിപ്പിച്ചു. മില്ലറ്റ് മിഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ജീവിതത്തിലെ ചെറുധാന്യങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ്. മില്ലറ്റ് മിഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ ക്ലാസ് എടുത്തു. IT അധിഷ്ഠിതമായി നടത്തിയ ക്ലാസ്സിൽ 9 ചെറുധാന്യങ്ങളുടെയും ആരോഗ്യ ഗുണങ്ങൾ, രോഗശമന സാധ്യതകൾ, ഉപയോഗരീതി, മില്ലറ്റ് കൃഷി തുടങ്ങിയവയെല്ലാം വിശദീകരിച്ചു. ക്ലാസ്സിന് ശേഷം ഇരിങ്ങണ്ണൂർ അങ്ങാടിയിൽ വിളംബര ജാഥയും നടത്തി. ഇരിങ്ങന്നൂർ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ KK കുഞ്ഞിരാമൻ അധ്യക്ഷനായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ സജിത്ത് പാനൂർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ PK ശ്രീജിത്ത്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ NK മധുസൂദനൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് S ഷീജ, ജനകീയ ആരോഗ്യ ക്ലബ്ബ് പ്രതിനിധികളായ PK ശ്രീജിത്ത്, VP ഇന്ദിര തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCA ക്ക് സമീപം കണ്ണൂർ റോഡ്, കോഴിക്കോട്. The Chennai Silks. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCA ക്ക് സമീപം കണ്ണൂർ റോഡ്, കോഴിക്കോട്. The Chennai Silks. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി ശൈലാബ്ദീശ്വര സംഗീതോത്സവത്തിൽ ഭക്തിനിർഭരമായി ഭജന. അഴകൊടി രാഗമാലിക ടീമിന്റെ ഭജന പരിപാടിയിൽ 10ഓളം ഗായികമാർ അണിനിരന്നു.
വാർഷികോത്സവത്തിന്റെ ഭാഗമായി നടന്ന ശൈലബ്ദീശ്വര സംഗീതോത്സവത്തിൽ ഭക്തിസാന്ദ്രമായി ഭജന. അഴകോടി ദേവി രാഗമാലിക ടീമാണ് ഭജന അവതരിപ്പിച്ചത്. ദിവ്യ സജീഷിന്റെ നേതൃത്വത്തിൽ 10ഓളം ഗായികമാർ പരിപാടിയിൽ പങ്കെടുത്തു. ദിവ്യ സജീഷ്, റീജ സുരേഷ്, മൃദുല പ്രവീൺ, കവിത പ്രതീഷ്, റിജിഷ, ജിഷ ശബരീഷ്, സിജി, പ്രസന്ന, മോഹന, ലതിക, വിദ്യ, വിജയലക്ഷ്മി, ശ്യാമള, രമ തുടങ്ങിയവർ വേദിയിലെത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഷുവിനും ഈദ് ആഘോഷങ്ങൾക്കും അണിഞ്ഞൊരുങ്ങാൻ എറണാകുളം ചെന്നൈ സിൽക്സിന്റെ കമനീയ വസ്ത്രശേഖരം കോഴിക്കോട്ടും. കുടുംബത്തിന് മുഴുവനുമായുള്ള വസ്ത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഏപ്രിൽ 13 വരെ YMCA സിറ്റി ഹൌസിൽ ഉണ്ടാകും. വിഷു, ഈദ് ആഘോഷങ്ങൾക്കായി സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമടക്കം കുടുംബത്തിലെ എല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കോംബോ ഓഫറുകളാണ് പ്രദർശനത്തിന്റെ പ്രത്യേകത. സാരികൾക്കും കുട്ടികളുടെ വസ്ത്രങ്ങൾക്കും പുരുഷന്മാർക്കുള്ള ടീഷർട്ടുകൾക്കും കോംബോ ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. 245 രൂപ മുതലുള്ള സാരികളും 125 രൂപ മുതലുള്ള കുട്ടികളുടെ വസ്ത്രങ്ങളും മേളയിലുണ്ട്. കുടുംബത്തിലുള്ള എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാവിധ തുണിത്തരങ്ങളും ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാവ് പ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ കോംബോ ഓഫേഴ്സാണ്. സാരീസൊക്കെ ആണെങ്കിൽ നമുക്കൊരു 245 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾ 3 സാരി എടുക്കുകയാണെങ്കിൽ 600, 2 സാരി എടുക്കുകയാണെങ്കിൽ 1000, അങ്ങനെ പലതരത്തിലുള്ള ഓഫേഴ്സ് ഉണ്ട്. കൂടാതെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമുക്കൊരു 125 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെൻസിൻ്റെ ഐറ്റംസ് ആണെങ്കിലും ഷർട്ടിനും അതുപോലെ തന്നെ ടീഷർട്ടൊക്കെ ആണെങ്കിലും കോംബോ ഓഫേഴ്സ് കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്നത് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസ്. ഈ ഒരു ചൂട് ക്ലൈമറ്റിന് ഇടാൻ പറ്റിയ ടൈപ്പിലുള്ള ചുരിദാർ മെറ്റീരിയൽസ് ഒരു 500 റുപ്പീസ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ പ്രത്യേകതയാണ് സോഫ്റ്റ് സിൽക്ക് സാരീസ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1500 രൂപ മുതൽ സോഫ്റ്റ് സിൽക്കിൻ്റെ വെറൈറ്റീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ബെഡ്ഷീറ്റുകൾ, പില്ലോ കവേഴ്സ്, ചവിട്ടികൾ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഐറ്റംസും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചൂട് കാലാവസ്ഥയ്ക്ക് യോജിച്ച കോട്ടൺ ചുരിദാർ മെറ്റീരിയലുകളാണ് മേളയുടെ മറ്റൊരു പ്രത്യേകത. സോഫ്റ്റ് സിൽക്ക് സാരികൾ, ബെഡ്ഷീറ്റുകൾ, പില്ലോ കവറുകൾ, ചവിട്ടികൾ എന്നിവയും മേളയിലുണ്ട്. ഏപ്രിൽ 5 മുതൽ 13 വരെയാണ് പ്രദർശനവും വിൽപ്പനയും നടക്കുക. രാവിലെ 9:30 മുതൽ രാത്രി 9 വരെ YMCAയ്ക്ക് സമീപമുള്ള സിറ്റി ഹൗസിലാണ് പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കല്ലായ് ഗണപത് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹ് വേറിട്ടതായി. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി അയൽവാസികൾ ചേർന്ന് പ്രാർത്ഥനയ്ക്കെത്തിയ സഹോദരങ്ങളെ മധുരം നൽകി സ്വീകരിച്ചു. വിദ്വേഷവും വെറുപ്പും വ്യാപകമാകുന്ന കാലത്ത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മധുരം പകർന്നു നൽകി കല്ലായ് ഗണപത് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹ് മനസ്സിന് കുളിർമയേകി. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ സുധാമണിയും സ്കൂൾ സമീപവാസികളുമാണ് ഈദ്ഗാഹിലേക്ക് വന്ന 1000-ൽ പരം ആളുകൾക്ക് മധുരം വിതരണം ചെയ്തത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കല്ലായ് ഗവൺമെന്റ് ഗണപത് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിലാണ് കുളിര് പകർന്ന ഈ കാഴ്ച. കൗൺസിലർ സുധാമണിയുടെ നേതൃത്വത്തിൽ സുരേഷ് ബാബു, ജോണി, രാംദാസ്, വിമൽ, ബൈജു കാലകണ്ടി, വിജയകുമാർ, രഘുലാൽ, സൂരജ്, അനീഷ്, ഷിബു, കണ്ണൻ വിഷ്ണു, അക്ഷർലാൽ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ വരുന്നവർക്കായി നാരങ്ങാവെള്ളവും കാരക്കയും മറ്റു പലഹാരങ്ങളും നൽകി സ്വീകരിച്ചത്. ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ വന്നവരാകട്ടെ കോഴിക്കോടൻ വിഭവങ്ങൾ സമീപവാസികൾക്ക് നൽകാൻ എന്നോണം കരുതിയാണ് വന്നിരുന്നതും. ആദർശപരമായ വിയോജിപ്പ് നിലനിൽക്കുമ്പോഴും സ്നേഹിക്കുവാനും ഐക്യപ്പെടാനും മധുരം പങ്കിടാനും വിവിധ വഴികൾ തേടുന്നവരും ഉണ്ടെന്ന് വരുമ്പോഴാണ് നാട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുക. വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളോട് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുമ്പോഴും അത് അനുഷ്ഠിക്കുന്ന മനുഷ്യനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് വിദ്വേഷ പ്രചാരണം ശക്തിപ്പെട്ടു വരുന്ന നാട്ടിൽ സൗഹാർദ്ദത്തിന്റെ പുതിയ വർത്തമാനങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്ന സന്ദേശം ഇതുയർത്തുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഖത്തീബിനും സംഘാടകർക്കും സമീപത്തെ അയ്യപ്പ ഭജന ഓഫീസിലാണ് ചായയും പലഹാരങ്ങളും നൽകി വിരുന്നൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കോഴിക്കോട് നഗരത്തിലെ പ്രശസ്തമായ ചെസ്റ്റ് ഹോസ്പിറ്റൽ സുവർണ ജൂബിലിയുടെ നിറവിൽ 50ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ 15 മുതൽ 30 വരെ ആശുപത്രി പരിസരത്ത് സൗജന്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ആശുപത്രി സാരഥികൾ പറഞ്ഞു. സുവർണ ജൂബിലി ആഘോഷം എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിന്റെ ഒരു നാഴികക്കല്ലാണ്. ഇപ്പോൾ വ്യക്തി എന്ന നിലയിൽ സംസാരിക്കുകയാണെങ്കിൽ 50 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഈ ലോകത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു സാംസ്കാരിക നഗരത്തിൽ ആതുര സേവന രംഗത്ത് ഒരു ആശുപത്രി നിലവിൽ വന്ന് അവർ അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇത്രയും ആൾക്കാർക്ക് സേവനം നൽകി അത്രയും ആൾക്കാരുടെ വിശ്വാസം പിടിച്ചു പറ്റി ഇപ്പോഴും നല്ല രീതിയിൽ ആതുര സേവന പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നുള്ളത് സുത്യർഹമായ കാര്യം തന്നെയാണ്. ഈ സുവർണ ജൂബിലിയുമായി അനുബന്ധിച്ച് നടത്തുന്ന സൗജന്യ ക്യാമ്പ് അത് പൊതുജനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് അത് ഗുണം ചെയ്യും. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡോക്ടർമാരതിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഇടപെടുന്നുണ്ട്. അത് സാധാരണ ഒരു OP ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള പരിശോധനകളും ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള ചികിത്സയും അതിൽ ഇളവ് നൽകി ചെയ്യുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ അനിൽ ആന്റണിയെ അല്ല AK ആന്റണിയെ ലക്ഷ്യം വെച്ചാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെ പൂർണ്ണതയിൽ വിശ്വാസികൾ ഈദ്ഗാഹുകളിൽ ഒത്തുചേർന്നു. തീവണ്ടി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ഭീതി അകറ്റാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് CARUA. ഇത്തവണ പടക്ക വിപണിയിൽ IPL സ്പെഷ്യൽ ബാറ്റ് ആൻഡ് ബോളാണ് താരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.